നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവാണ് ആരാധനയ്ക്ക് യോഗ്യൻ, കർത്താവാണ് മഹത്വത്തിന് യോഗ്യൻ. ദൈവസാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പുതിയ സ്ഥലത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എനിക്ക് ഈ അവസരങ്ങൾ നൽകിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കുകയും ഈ ദേശത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പുതുതായി കടന്നു വന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. സ്തോത്രം. തിരുവനന്തപുരത്ത് ലൈറ്റ് ഫോർ ഇന്ത്യ ബൈബിൾ കോളേജ് 94 ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇത് ബാച്ച് 32ാമത്തെ ബാച്ചാണ് നടക്കുന്നത്. 25-26 ബാച്ച്. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മോസ്റ്റ് അൺറീച്ച്ഡ് ഏരിയാസിലോട്ടാണ് വിടാനായിട്ട് ശ്രമിക്കുന്നത്. മിക്കവാറും പേരെ അങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കുന്ന പഴയ ഗ്രാജുവേറ്റ്സ് പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഓരോ വിഷയങ്ങൾ അവർ പറയും. കർത്താവരെല്ലാവരെ ശക്തീകരിക്കേണ്ടതിനായിട്ട് നിത്യരാജ്യത്തിന് വേണ്ടി അനേകം പേരെ നേടുവാൻ കർത്താവരെ ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ അവിടെ സഭയും ശുശ്രൂഷിക്കുന്നുണ്ട്. സഭയുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. നമുക്ക് ഇന്ന് പകൽ 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിന് 28-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. Can somebody read in English too? That when he appears, we may have confidence and not be ashamed before him at his coming. Amen. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. കർത്താവെ നൽകിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ദൂതുകൾ ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുമാറാകണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വേദഭാഗമാണിത്. യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് മീറ്റിങ്ങിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് തന്നിട്ട് പോകാനായിട്ട് ഒരു വാക്യം പരിശുദ്ധാത്മാ പ്രകാശിപ്പിച്ച ഇതാണ്: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. വളരെ സിമ്പിളായ ഒരു വാക്യം, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും കുഞ്ഞുങ്ങളെ, see little children, this is for you. Okay? Jesus is going to appear soon. When he appears, we should not be ashamed. That's what the word of God says. Okay? So കുഞ്ഞുങ്ങളെ വിളിച്ച് പറയുന്നെങ്കിൽ വലിയവർക്ക് എന്തുമാത്രം ഒരുങ്ങണം, അല്ലേ? നമ്മളവർക്ക് കുഞ്ഞുങ്ങളല്ലേ, അവരുടെ കാര്യം സാരമില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അതിന് വളരെ സിമ്പിളായിട്ട് ഒറ്റ വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത്. എന്താ ചെയ്യേണ്ടത്? അവനിൽ വസിപ്പിൻ. ദാറ്റ്സ് വെരി സിമ്പിൾ. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇവിടെ എന്തെല്ലാം നമുക്ക് ധൈര്യം പകരാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കോൺഫിഡൻസ്, അല്ലേ? ഇവിടെ എന്തെല്ലാം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള വിഷയങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് കോൺഫിഡൻ്റായി നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്നേക്കുമായുള്ള ലജ്ജയാണെന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ എന്തെല്ലാം ലജ്ജകളുണ്ടെങ്കിലും, നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളോ, നമ്മുടെ കുടുംബ കാര്യങ്ങളുള്ള വിഷയങ്ങളോ, നമ്മുടേതായ ശാരീരികമായ ഷേപ്പോ, നമ്മുടെ കഴിവ് കുറവുകളോ, സൊസൈറ്റി നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിലയിൽ നിൽക്കാനായിട്ട് കഴിയാത്ത അനുഭവത്തിൽ താഴ്ന്നു കിടക്കുന്ന അനുഭവങ്ങളോ,
നമ്മുടെ കഴിവുകേടുകളോ എന്തെല്ലാം പറഞ്ഞ് ഏതെല്ലാം ലജ്ജകരമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും സാരമില്ല, കർത്താവിൻ്റെ വരവിങ്കൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയാൽ നമുക്ക് നിത്യമായ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെല്ലാം ധൈര്യപ്പെടുത്തുവാനുള്ള വിഷയങ്ങൾ, നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരുപക്ഷെ ബാങ്ക് ബാലൻസ് കാണാം, അല്ലെങ്കിൽ നല്ല വീട് കാണാം, നല്ല കാറ് കാണാം, കൂടെ നിൽക്കാൻ ആൾ കാണാം, എല്ലാ പവറും കാണാം, നല്ല ഫെയിമും കാണാം, നല്ല സൗന്ദര്യവും കാണാം. ഇതെല്ലാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വരവിങ്കൽ ലജ്ജിക്കേണ്ടി വന്നാൽ അത് നിത്യമായ ലജ്ജയായിരിക്കും. ഇപ്പം 2 ഗ്രൂപ്പായിട്ട് തീരുകയാണ്. ഒരു കൂട്ടം പേര് ധൈര്യമായിരിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് ഒരു ഫോട്ടോ എടുക്കും പോലെ ഒറ്റ ക്ലിക്കിൽ കാര്യം നടക്കുകയാണ്. പിന്നീട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വരുമ്പോൾ കർത്താവ് ഒരു വിടുതലിൻ്റെ ദൂതാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കർത്താവ് നമ്മൾ അറിയാതെ വിടുതൽ അയച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധികൾ ക്രമീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏതെല്ലാം മേഖലകളിലാണോ വഴികൾ തുറക്കേണ്ടതല്ലോ വാതിലുകൾ തുറക്കേണ്ടത്, ക്രമീകരിക്കപ്പെടേണ്ടത്, എല്ലാ വിഷയങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കര നീണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ ഒരുക്കപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. കർത്താവ് വരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് വെസ്റ്റേൺ വേൾഡിലൊക്കെ നടക്കുന്ന, ഞാൻ പ്രത്യേകിച്ച് കൺട്രീസിൻ്റെ പേര് പറയുന്നില്ല, ഓരോരോ നീക്കങ്ങൾ കാണുമ്പോൾ കർത്താവ് വരാൻ അധികം താമസമില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലൂടെ നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ സയൻറ്റിഫിക് വേൾഡിൽ നിന്ന് ഉള്ള ഇന്നോവേഷൻസ്, നമുക്കറിയാമല്ലോ ഫിനാൻഷ്യൽ വേൾഡിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കറൻസി ടൈപ്പുകൾ, കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാണ്? കർത്താവിൻ്റെ വരവിങ്കൽ ലജ്ജിച്ചു പോകാതെ നിൽക്കണം. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഒരുപക്ഷെ 0 ആയാലും അന്ന് കർത്താവിൻ്റെ വരവിങ്കൽ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ലായിരിക്കാം. ഇവിടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ചെയ്യും, ചിലപ്പോൾ ദൈവം തന്നെന്ന് വരികയില്ല. അതിനൊക്കെ ചിലപ്പോൾ കാരണങ്ങൾ കാണും, അല്ലേ? എലിസബത്തും സഖറിയാവും വാർദ്ധക്യം ചെയ്തു, ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അല്ലേ? എന്താ പറയുന്നത്? അവസാനം ദൂതം എന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘമായ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദീർഘമായ ആരോഗ്യമുള്ള സമയത്തൊന്നും ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ കഴിഞ്ഞില്ല. കാര്യം എന്നാണെന്നറിയാമോ? സ്തോത്രം. ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ മറുപടി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെക്കുറിച്ച് സഖറിയാവ് വയസ്സിൽ നിന്ന് വൃദ്ധനായി എന്ന് എഴുതിയിരിക്കുന്നത്. അന്നേരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വിശ്വസ്തയോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിൽ പോവുകയോ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവുകയോ ചെയ്യുവാനുള്ളവരല്ല ദൈവത്തിൻ്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ സംഭവിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ദൈവസന്നിധിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നും മറുപടി ലഭിച്ചില്ലെങ്കിലും വിശ്വസ്തയോടുകൂടെ നമ്മൾ ചെല്ലണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ സാഹചര്യങ്ങൾ, വേദനകൾ ഒക്കെ അതിൻ്റെ പിന്നിൽ വലിയ നന്മകൾ കാണും. സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു എർത്ത് ഉണ്ടായപ്പോഴത്തേക്കും വലിയ കടൽപ്പാലം, അക്കരെ ചെല്ലാനായിട്ട് ഭയങ്കര എളുപ്പത്തിൽ പോകാവുന്ന ഒരു വലിയ കടൽപ്പാലം, അതില്ലെങ്കിൽ അനേക മൈലുകൾ ചുറ്റി വേണം കറങ്ങി അവിടെ ചെല്ലാനായിട്ട്. പക്ഷേ എർത്ത് ഉണ്ടായപ്പോൾ നടുക്കുള്ള ഒരു ഭാഗം അങ്ങ് ഇടിഞ്ഞങ്ങ് പോയി. അതിൽ പോയ വണ്ടികൾ ഉൾപ്പെടെ എല്ലാം താഴെ പോയി. ഒരു വണ്ടി വന്ന് പകുതി വഴി ഇങ്ങനെ, ഒരു കാറ് പകുതി അപ്പുറത്ത് ചാടി പകുതി ഇങ്ങനെ അവർ രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം കടലിനകത്ത് പോയി. അത് പോയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പാലം തുടങ്ങുന്ന ഭാഗത്ത് ഗോൾഡൻ ബ്രിഡ്ജ്, ഒത്തിരി പേര് കാണാൻ വരുന്ന സ്ഥലമാണ്. ആ തുടങ്ങുന്ന ഭാഗത്ത് അവർ അടച്ചു വെച്ചു. അവിടെ ചെന്ന് നിന്നുകൊണ്ട് അയ്യോ, ഈ ഒരു വഴിയും തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു, അക്കരെ പോകാൻ എത്ര എളുപ്പമായിരുന്നു, പെട്ടെന്നങ്ങ് ചെല്ലാമായിരുന്നു എന്നാരെങ്കിലും കരഞ്ഞാൽ എന്തോ ചെയ്യും? അവരെ അഥവാ തുറന്നു വിട്ടാൽ വണ്ടി ഓടിച്ചു പോകും, കടലിനകത്ത് പോകും, അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തുള്ള വിഷയങ്ങളെ കാണാതെയാണ്.
സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം തുറന്നു തരണം, ഏതെല്ലാം അടയ്ക്കണം എന്ന് നല്ലതുപോലെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സേവിക്കുവാനിരുന്നാൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ മുണ്ടിപ്പള്ളി പാഴ്സലിൽ താമസിക്കുന്ന സമയത്ത് വില്ലയിൽ ഞങ്ങളുടെ പാഴ്സലിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ കയറി നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ നല്ല ചെറുതായിട്ടൊക്കെ പായലൊക്കെ പിടിച്ച് നല്ല കുഷൻ പോലെ കിടക്കുകയാണ്. അവിടെ ഞാൻ ചെരുപ്പില്ലാതെ ഒരു ദിവസം ഓടിച്ചെന്ന് കയറിയപ്പോഴത്തേക്കും, രാവിലെ ചെന്ന് കയറിയപ്പോഴത്തേക്കും കാലിനകത്ത് ഭയങ്കര മുള്ളുകൊള്ളും പോലെ എല്ലാം കൊള്ളുന്നു. ഞാൻ ഓർത്തു അവിടെ മുഴുവൻ ചരലിട്ടിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്നാ പറ്റി, ഇവിടെ ആരാ ചരൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഞാൻ രാവിലെ അത് കയറിയപ്പം അത് തെന്നാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്തു, അച്ചായം തെന്നാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചരലവിടെ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? പല കാര്യങ്ങളും സുഖമാണെന്ന് തോന്നുമ്പോൾ അത് ചിലപ്പോൾ ദൈവത്തിനറിയാം ആ സുഖം ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ചെറിയ ചരലുകളൊക്കെ ഇടുന്നത് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. താൽക്കാലികമായ വേദന ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇടുന്ന ചരലുകൾക്കായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ, വേദനകൾ, ലജ്ജാകരമായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീർന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതിനെ കർത്താവിൽ വസിക്കണം. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ജസ്റ്റ് കർത്താവിൽ വസിച്ചാൽ മാത്രം മതി. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം, ഇതേ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നൽകുന്ന ദൂതുകൾ 5-ാം വാക്യത്തിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. മതി. സ്തോത്രം. യേശു പറഞ്ഞ ഈ വേദഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് 14, 15, 16 അധ്യായങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് തിരുമേശയെല്ലാം കഴിഞ്ഞ് പറയുന്ന ഭാഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ 15-ാം അധ്യായം. കർത്താവ് ഒരുപക്ഷെ മുന്തിരിത്തോട്ടത്തിനിടയിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോഴായിരിക്കും, ഒലിവുമലയിലേക്കൊക്കെയുള്ള ആ വഴിയിൽ ഒരുപക്ഷെ കിദ്രോൻ തോടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കാം. അത് ആ ഒരു മുന്തിരിവള്ളിയോട് ഉപമിച്ച് പറയുകയാണ്. എന്തുവാണ് പറയുന്നത്? അത് നോക്കിക്കേ, ഈ മുന്തിരിവള്ളി പോലെ നിങ്ങൾ ഓരോരുത്തരും എന്നിൽ വസിക്കുകയാണ്. ഈ വള്ളികൾ പോലെ നിങ്ങൾ എന്നിൽ വസിക്കണം. അങ്ങനെ വസിച്ചാൽ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വസിച്ചാൽ എന്ത് ചെയ്യും? വസിച്ചിട്ട് എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തോ പറഞ്ഞേ? ഫലം കായ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളൊന്ന് നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഫലം കായ്ക്കും, അല്ലേ? വസിച്ചാൽ കായ്ക്കും. നമ്മൾ കായ്ക്കാതിരിക്കുന്നതിൻ്റെ കാരണം വസിക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലേ? വസിക്കേണ്ടതുപോലെ വസിക്കാത്തതുകൊണ്ടായിരിക്കും. ചില വള്ളികളിലൊക്കെ കണ്ടോ, ചില ഇലകളൊക്കെ അതിൻ്റെ ആ ജോയിൻ ചെയ്യുന്നിടത്ത് വസിക്കുന്നുണ്ടെങ്കിലും ഒരു പുഴു വന്ന് കുത്തിയിട്ട് എന്ത് ചെയ്യും? പതുക്കെ പഴുക്കാനായിട്ട് ആരംഭിക്കും. ആദ്യം ചെറുതായിട്ട് കളർ മാറും, മഞ്ഞയാകും. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പഴുത്ത് ഉണങ്ങി താഴെ വീഴുവാനായിട്ടിടയായിത്തീരും, അല്ലേ? അപ്പോൾ ആ വസിക്കുന്നുണ്ടെങ്കിലും ആ പുഴുക്കത്തുണ്ടെങ്കിൽ അതിൻ്റെ ബലം ശരിയായിട്ട് ഇങ്ങോട്ട് വരാതെ ഫലം കായ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. നമ്മൾ വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ വസിക്കേണ്ടതുപോലെ വസിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ടും പരിശോധിച്ച് കണ്ടുപിടിച്ച് കർത്താവിൽ വസിച്ചാൽ നമുക്ക് കർത്താവിന് വേണ്ടി വളരെ ബലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ക്രീം ഓഫ് ദ സൊസൈറ്റിയാണ്, ഇന്ത്യയിലെ ക്രീം ഓഫ് സൊസൈറ്റിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ മിക്കവാറും എല്ലാവരും ചെറുപ്പക്കാരാണ്. മിക്കവാറുമല്ല, ഓൾമോസ്റ്റ് എവരിബഡി, എല്ലാവരും ചെറുപ്പക്കാരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞവരാണ്. ഈ പ്രദേശത്ത് ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിനേക്കാളും അല്പം കൂടെ നല്ലൊരു ആഹാരം, അല്പം കൂടെ നല്ല റോഡ്, അല്പം കൂടെ നല്ല വാഹനം, ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ട്, അല്ലേ? പിന്നെ അല്പം കൂടെ ഒരുപക്ഷെ നല്ലൊരു ജീവിത സാഹചര്യം, അല്പം കൂടെ നിയമങ്ങളൊക്കെ കൊള്ളാം. അതിനുവേണ്ടി മാത്രം, അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. ഈ തലമുറയിൽ ഇവിടുത്തെ 55% ആൾക്കാർ
നോ റിലീജിയൻ എന്നായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ കേൾക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ 55% നോ റിലീജിയൻ. അവർക്ക് ദൈവം വേണ്ട, ദൈവത്തിൻ്റെ ആവശ്യമില്ല. നോക്കിക്കേ, അങ്ങനെയുള്ള ഈ തലമുറയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരെ അടുത്ത തലമുറ, ഒറ്റ തലമുറ ഇതില്ലാതെ പോകുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ദൈവത്തോടുള്ള അടുപ്പിക്കാനായിട്ട് ആളില്ലാതെ പോവുകയാണ്. വചനം പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കുവാനോ സൺഡേ സ്കൂളിലേക്ക് അയക്കാനോ അടുത്ത തലമുറ ഇല്ലാതെ പോവുകയാണ്. ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയ ഉദ്ദേശമുണ്ട്. പാസ്റ്റർ അടുത്ത ആഴ്ചത്തേക്കാണ് പാസ്റ്റർ തിരിച്ചു വന്നിട്ട് പറയാൻ വെച്ചിരിക്കുകയാണെങ്കിലും വായിച്ച സങ്കീർത്തനം ഒരു വാക്ക് എന്നെ സ്പർശിച്ച് ഞാൻ പറയാം. അതിനടുത്ത് നോക്കി പാസ്റ്റർ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നതിന് കുഴപ്പമില്ല, എങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് വന്നത് 78:9 വായിച്ചു നോക്കിയേ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. 11-ാം വാക്യം. അവർ അവന്റെ പ്രവൃത്തിയെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. ആരാന്നറിയാ പിന്തിരിഞ്ഞു പോയത്? ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ. എന്നാ തിരിഞ്ഞു പോയത്? യുദ്ധ ദിവസത്തിൽ. സ്തോത്രം. സ്ട്രോങ് ആയിട്ട് നിന്ന് യുദ്ധം ചെയ്യേണ്ടതായ സമയത്ത് എല്ലാ ആയുധങ്ങളും ലഭിച്ച എക്വിപ്പായിട്ടുള്ള ആ വില്ലാളികൾ എന്ത് ചെയ്യുകയാണ്? പിന്തിരിഞ്ഞു പോയി. സ്തോത്രം. നാട്ടിൽ നിന്ന് സുവിശേഷം കേട്ട് അല്ലെങ്കിൽ ഉപദേശം മനസ്സിലാക്കി ദൈവകൃപയോടെ ഈ രാജ്യത്തിലേക്ക് വന്ന വില്ലാളികളാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനുള്ള ആയുധം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷ എക്സാമിനേഷൻ പാസ്സായിട്ടാണ് വന്നത് അല്ലേ? ആയുധം തന്നിട്ടുണ്ട്. ഇവിടെയുള്ള പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കേവലം മലയാളികൾ തന്നെയല്ല, ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും കുറിച്ചുള്ളതായ ഉത്തരവാദിത്വം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആയുധം ധരിച്ച വില്ലാളികൾ എന്ന യുദ്ധ ദിവസത്തിൽ പ്രവർത്തിക്കേണ്ട സമയത്ത്, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യേണ്ട സമയത്ത്, ആത്മാവിൽ യുദ്ധം ചെയ്യേണ്ട സമയത്ത് അവർ പിന്തിരിഞ്ഞു പോയ കാര്യം എന്തുവാ? ദൈവം കാണിച്ച അത്ഭുതങ്ങളെയും പ്രവർത്തിച്ച അത്ഭുതങ്ങളെ അവരെന്ത് ചെയ്തു? മറന്നുപോയി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച ആമേൻ ഓരോ അത്ഭുതങ്ങളെയും മറന്നുപോയി. അങ്ങനെ മറക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആയുധം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് പറയാനായിട്ട് കഴിവ് തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കുവാനൊരു ആമേൻ കരം തന്നിട്ടുണ്ട്. നമുക്കെല്ലാം തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കണം. ഈ രാജ്യത്തിൽ കൊണ്ടുവന്ന് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ മാറിപ്പോകരുത്. നേരത്തെ ഓർപ്പിച്ചതുപോലെ നമുക്ക് പറയാൻ ലജ്ജയുണ്ടെങ്കിൽ ആ അടുത്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ട്രാക്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചാൽ മതി. അവർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. പാസ് പറഞ്ഞതുപോലെ ഇതങ്ങ് ഇംഗ്ലീഷിലും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എത്രയോ ഭാഷക്കാരുണ്ട് അല്ലേ? അതേപോലെ പല ഐലൻഡേഴ്സ് ഉണ്ട്, പലരുണ്ട്. ആരെങ്കിലുമൊക്കെ വരും. ഇവിടെ അത്ഭുതങ്ങളെ ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ഹൃദയത്തിലേക്ക് പാസ്റ്ററിനെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നൊരു വാക്യമുണ്ട്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും പരിശുദ്ധനുമായവൻ നാമമുള്ളവൻ എന്ത് ചെയ്യുക? അല്ലിച്ച് ഞാൻ ഉന്നതനായിരിക്കുമ്പോൾ തന്നെ താഴ്മയും മനസ്താവുമുള്ളവരുടെ ഹൃദയത്തിനകത്തും എന്ത് ചെയ്യുന്നു? അവിടെയും വസിക്കുന്നു. അവിടെ വസിക്കുകയും ചെയ്യുന്നു, അവിടെയും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 2 വാസസ്ഥലങ്ങളാണ്. അപ്പോൾ ചുമ്മാതല്ല വരുന്നത്. അവർക്ക് എന്തിനു വേണ്ടിയാ? അവർക്ക് ചൈതന്യം വരുത്തുവാൻ. വെറും ചൈതന്യം വരുത്താനല്ല. നോക്കിക്കേ, അതൊന്ന് വായിച്ചു നോക്കിക്കേ. യെശയ്യാവിന്റെ പുസ്തകം ഉന്നതനും ഉയർന്നിരിക്കുന്നു. മൊത്തം വായിക്കാൻ സമയമില്ല നമുക്ക്. 57 എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന വിഷയം മാത്രം പറഞ്ഞു പോകാൻ വേണ്ടിയാണ്. 57 ഒന്ന് വായിച്ചു നോക്കിക്കേ. അതിന്റെ 18 തൊട്ട് വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. പിന്നെ ഞാൻ അവരെ നടത്തും. അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ദുഃഖിതന്മാർക്ക് ആശ്വാസം വരുത്തും. പിന്നെ ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം. മതി. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ
അരുളി ചെയ്യുന്നു. ഈ വാക്യം ഒന്ന് നോക്കിക്കേ. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാണ്? നമ്മൾ നാവ് തുറന്ന് പറയുന്ന അധരത്തിൻ്റെ ഫലം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? പാസ്റ്റർ ഇപ്പം പറഞ്ഞ അന്യഭാഷ തന്നെയാണ് സൃഷ്ടിക്കുക എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ബാറ 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 എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുക. പാസ്റ്റർ ആത്മാവിലങ്ങ് പറഞ്ഞ് ബാറ 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 സ്തോത്രം. സൃഷ്ടിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ നാവ് തുറന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ എത്ര അത്ഭുതമാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു പാസ്റ്റർ ഇവിടെ നടത്തിയത്. ഇങ്ങോട്ട് കരങ്ങൾ നീട്ടി അങ്ങോട്ട് കരങ്ങൾ നീട്ടി എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പ്രാർത്ഥിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ മുഴുവനും ആത്മാക്കളെ കൊണ്ട് നിറയും. പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് നിരവധി പേരിവിടെ വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗസൗഖ്യം, ഒരു അത്ഭുത സൗഖ്യം നടന്നാൽ കുടുംബമായിട്ട് ആത്മാക്കൾ ഇവിടെ വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രാവിൻ്റെ കൂടിലേക്ക് ഓടി അടയുന്നത് പോലെ, ആമേൻ, മേഘം പോലെ. ഞാൻ ഉറപ്പിച്ചല്ലോ, മേഘം പോലെ അനേകം പേര്, ആമേൻ, സ്തോത്രം. ഇവിടെ മാത്രമേ ആശ്വാസമുള്ളൂ. വെളിയിൽ ആമേൻ ശത്രുവിൻ്റെ അമ്പുകളുണ്ട്, തീയമ്പുകളുണ്ട്. അതിന് രക്ഷപ്പെടുവാൻ ദൈവസാന്നിധ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേരുടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വായുടെ അധരത്തിൻ്റെ ബലത്തെ സൃഷ്ടിക്കുന്നവനെ നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മുടെ വേദഭാഗത്തേക്ക് ഓടി വരാം. ഏതെല്ലാം ഫലങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ളതായ ഫലങ്ങളാണ് നമ്മൾ കായ്ക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായിട്ട് കായ്ക്കുന്ന ഫലം ആത്മാക്കളാവുന്ന ഫലമാണ്. ആത്മാക്കളാവുന്ന ഫലം നമ്മുടെ കിരീടമാണ് ആത്മാക്കൾ. ഇവിടെ ഇരിക്കുന്ന ചിലരെ കൊണ്ടുവന്നിട്ടുണ്ട്. സിമ്പിളായ കാര്യമായിരിക്കാം. ഒരു യോഗം നടക്കുന്നുണ്ട്, വരുന്നു എന്ന് ചോദിച്ചു, കൊണ്ടുവന്നു, ഇവിടെ വന്നു, രക്ഷിക്കപ്പെട്ടു, അടുത്ത സ്നാനപ്പെടും. അതെല്ലാം അവരുടെ ആത്മാക്കളാണ്. കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നെന്നോ, അല്ലെങ്കിൽ എന്തുമാത്രം ശമ്പളമാണ് നമ്മൾ വാങ്ങിച്ചിരുന്നോ, അല്ലെങ്കിൽ എത്ര ഹൈ ബിസിനസ് ആയിരുന്നോ, അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡിലുള്ളതായ ജോലിയായിരുന്നോ, ഒന്നും കർത്താവ് ചോദിക്കുകയില്ല. ആത്മാക്കൾ ഓരോന്നും കൊണ്ടുവരുന്നത് അവർക്ക് കിരീടമായിട്ട് മാറ്റപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. നമുക്ക് ചെയ്യുന്നത് നിസ്സാരമായ കാര്യമായിരിക്കും. ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ആത്മാക്കൾ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചർച്ച്, ഓസ്ട്രേലിയയിൽ പോയതായ ചർച്ചിലെ പാസ്റ്റർ പ്രേംകുമാർ ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചതാണ്. തൻ്റെ അമ്മ പിതാവിൻ്റെ മർദ്ദന മുഖാന്തരമായിട്ട് ചീത്തവിളിയും മർദ്ദനം സഹിക്കവയ്യാതെ വിഷം കുടിക്കുവാനായിട്ട് വീട്ടിനകത്ത് കയറി പൂട്ടി വിഷമെടുത്ത് കുടിക്കുവാനായിട്ട് ഒരുങ്ങുന്ന വേളയിൽ അതുവഴി ഒരു സഹോദരി കടന്നുപോയി. ആ പെന്തക്കോസ്തുകാരി അതുവഴി കടന്നുപോയി. അവരുടെ മുറ്റത്ത് പോലും കയറാനായിട്ട് അവർക്ക് അനുവാദമില്ല. പക്ഷേ അവരവിടെ ചെന്ന് വാതുക്കൽ മുട്ടി. അവരുടെ ഹൃദയത്തിനകത്ത് പ്രേരണ പോയി വാതുക്കൽ മുട്ടിയപ്പോൾ ആദ്യം ഒന്നും ശബ്ദം കേട്ടില്ല, പിന്നെയും മുട്ടിയപ്പോൾ അകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് ആ മാതാവ് ഇറങ്ങി വരികയാണ്. തകർന്ന ഹൃദയവുമായിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നതായ ആ സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അവരെ രക്ഷിക്കാനാണ് ഇവിടെ വന്നത് മനസ്സിലായി. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തോടെ വന്ന് സംസാരിച്ചു. ആ സഹോദരി പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. ഒന്നും ചെയ്തില്ല, പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര സമാധാനം. അതുകൊണ്ട് പറഞ്ഞു പിന്നെയും വരണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പോയി, ഭർത്താവില്ലാത്ത പോയി പ്രാർത്ഥിച്ചു. 3-4 ദിവസം പോയി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര സമാധാനം. അവസാനമായിട്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചോണ്ട് പോയി. പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ഭയങ്കരത്തിൽ പിണങ്ങി. പരമേശ്വരൻ പിള്ള ഭയങ്കര വഴക്കുണ്ടാക്കി. ആ അടിയിലെ വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് റോഡെ അടിച്ചടിച്ചുകൊണ്ട് ചർച്ച് കൊണ്ടുപോയിട്ട് നീ പാസ്റ്ററൂടെ താമസിച്ചാൽ മതി, ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോയി. നടന്ന സംഭവമാണ്. അന്നേരം ഈ മോനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോന് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്കോടെ പാസ്സായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനൊരു ബൈബിൾ കോളേജുണ്ട്, അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും, അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രേംകുമാറിനെ ബൈബിൾ കോളേജിൽ കൊണ്ടുവന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ 3 വർഷക്കാലം അവിടെ പഠിച്ചു. അന്നേരം തന്നെ +2 പ്രീ ഡിഗ്രിക്ക് കൂടെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, MA കഴിഞ്ഞു, MPhil എടുത്തു, അതുപോലെ തിയോളജിക്കൽ ഡിഗ്രീസും എടുത്തു. അതോടൊപ്പം തന്നെ ബൈബിൾ സ്കൂളിൽ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ അധ്യാപകനായി. അതുപോലെ
അവിടെ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും കൺവെൻഷൻ പ്രസംഗത്തിന് പുള്ളിക്ക് ക്ഷണമുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഖത്തറിൽ പോയി 10-12 വർഷം അനുഗ്രഹീതമായ വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് തുടങ്ങിയ സഭ വലിയ സഭയായി. അവിടെ എക്സ്റ്റൻഷനായിട്ട് നേപ്പാളികളുടെ ചർച്ച തുടങ്ങി. അത് 500-ലധികം പേരായിട്ട് പെട്ടെന്ന് വർദ്ധിക്കുവാനായിട്ടിടയായി. അങ്ങനെ ആ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ഭയങ്കരത്തിൽ അനുഗ്രഹിപ്പാനായിട്ടിടയായി തീർന്നു. അതറിഞ്ഞുകൊണ്ടാണ് ഓസ്ട്രേലിയക്കാർക്ക് സഭ മാറണം, പാസ്റ്റർ മാറണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നിപ്പോൾ 2-ാം വർഷം എങ്ങാണ്ട് ശുശ്രൂഷിക്കുകയാണ്. ആ സഭയും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാനായിട്ട്. ഞാൻ എന്തോ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ആ സഹോദരി അന്ന് ചുമ്മാതെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചപ്പം പോയൊന്ന് മുട്ടാതിരുന്നെങ്കിൽ, ആകെ കൂടെ ചെയ്തെന്തുവാ, ഒന്ന് മുട്ടിയതേ ഉള്ളൂ. മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി. വേറെ ഒന്നും അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റി. പ്രാർത്ഥിച്ചിട്ട് പോയി. നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മളുള്ള വെളിച്ചം അന്ധകാരത്തിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരും. പ്രാർത്ഥിച്ചിട്ടങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ചർച്ചിലോട്ടൊന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്തില്ല. എന്നാൽ ഇളയ മോള്, ഇദ്ദേഹത്തിൻ്റെ ഇളയ ഒരാളുണ്ടായിരുന്നു. ആ ഇളയ മോളും അസംബ്ലീസ് കോളേജിൽ ഒരു പാസ്റ്റർ കല്യാണം കഴിച്ചു. ഇന്ന് പ്രസ്പിറ്ററാണ് ദൈവത്തിൻ്റെ ദാസൻ. അനുഗ്രഹീതമായ ശുശ്രൂഷ അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനം മുഴുവൻ പരമേശ്വരൻ പിള്ളയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഐക്യമായിട്ട് സന്തോഷമായിട്ട് ഇന്ന് കർത്താവിനെ ആരാധിച്ച് വരികയാണ്. അവരാകെ കൂടെ ചെയ്തത് എന്തുവാ, ആ മുറ്റത്തൂടെ എത്ര ചെന്ന് ഒന്ന് മുട്ടി. അത്രയാ ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിപ്പിക്കുക ചെയ്താൽ മതി. ബാക്കി ദൈവമാണ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയെ രക്ഷിച്ചു. ആ പ്രേംകുമാർ പാസ്റ്ററിലൂടെ എത്രയോ പേർ രക്ഷയിലേക്ക് വന്നു. എത്രയോ പേര്. നേപ്പാളികളിങ്ങനെ പാവങ്ങളിങ്ങനെ ഖത്തറിൽ താമസിക്കുന്ന ഏരിയാസ് ഉണ്ട്. ഇവരൊരു വാൻ വാങ്ങിച്ചിട്ട് ഡ്രൈവറുടെ സീറ്റ് പുറക്കിലോട്ടാക്കാൻ പറ്റും. ഈ വാന് കുറേ 10 പേർക്ക് ഇരിക്കാവുന്ന വാനാണ്. ഓരോ ദിവസം വൈകിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് ഭയങ്കരത്തിൽ പണി കഴിഞ്ഞ് വരുന്ന നേപ്പാളികളെ അവർക്ക് ഈ വചനം കേൾക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ 10-ലധികം പേർക്ക് കയറാൻ പറ്റില്ല. ഈ വണ്ടിക്കകത്തിരിക്കും, ഡ്രൈവറ് തിരിച്ചിരുത്തി അവരോട് സുവിശേഷം പറയും. ഒന്നും അറിയാത്ത അവരാണ്. അവർ പലരും എന്ത് ചെയ്തെന്നറിയാമോ, ഇവിടുത്തെ ജോലിയെല്ലാം കളഞ്ഞിട്ട് നേപ്പാളിൽ പോയി, അതാത് സ്ഥലങ്ങളിൽ പോയി അവരുടെ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞ് അവിടെയെല്ലാം ചെറിയ ചെറിയ കൂടിവരവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യേശു വരുത്തിയ മാറ്റം, യേശുവിൻ്റെ സന്തോഷം അവർ പ്രാപിച്ചപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തോട് കടന്നു പോകാൻ പറ്റും. ഞാൻ വന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കാം, അവരിലൂടെ അനേകം അത്ഭുതങ്ങൾ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. കരവേർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കർത്താവിൽ വസിക്കണം. എങ്ങനെ വസിക്കാനായിട്ട് സാധിക്കും? പ്രാർത്ഥനയിൽ നമുക്ക് വസിക്കണം, ആരാധനയിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൽ വസിക്കുവാനായിട്ട് സാധിക്കും. നിരന്തരമായിട്ട് കർത്താവിനോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന അവസ്ഥയിൽ കർത്താവിൽ വസിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വസിച്ചാൽ നമ്മൾ ബലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ള ബലം കായ്ക്കും? ആത്മാക്കളാകുന്ന ബലം കായ്ക്കും. പിന്നെ വിശുദ്ധിയാകുന്ന ഫലം ഉണ്ട്. റോമാലേഖനത്തിലെ വിശുദ്ധിയും നീതിയുമല്ലോ ആ ഫലം. ആ വിശുദ്ധിയാകുന്ന ബലം നമുക്ക് അയക്കുവാനായിട്ട് സാധിക്കും. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നിന്നാൽ, യോഗ്യന്മാരാകിയാൽ അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അല്ലേ? അമ്മീൻ. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നിനക്ക് സർദീസിൽ ഉണ്ട്. അതാണ് അടുത്ത ഭാഗം. കുറച്ച് പേരെ ഉള്ളെങ്കിലും കർത്താവ് അറിയുന്നുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത അവസ്ഥയിൽ നിന്നാൽ ലജ്ജിപ്പോകാതെ കർത്താവിനെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. തന്നെയുമല്ല, നമുക്ക് ആദരബലം എന്നൊരു സ്ഥലമുണ്ട്. അതെന്തുവാണ്? ആദരബലം എന്ന സ്തോത്രയാഗം. കർത്താവിന് വേണ്ടി ബലം കായ്ക്കുന്നത് നാവ് തുറന്ന് സ്തോത്രം പറയുമ്പോൾ ഫലം കായ്ക്കുകയാണ്. കർത്താവ് ബലമുണ്ടോ എന്ന് നോക്കുമ്പോൾ സ്തോത്രം പറയുന്ന ബലമെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലേ? സ്തോത്രം പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതകരമായ വിടുതലുകൾ ദൈവം അയച്ചുകൊണ്ടേയിരിക്കും. എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും അതിനെ ഉരുക്കി മാറ്റി കർത്താവ് വിടുതലുകൾ അയക്കും. സ്തോത്രം. ഞാനൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് 147 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം കൂടെ വായിച്ചു നോക്കിയേ. അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആർ? അവൻ തന്റെ വചനമായ ചവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. മതി. സ്തോത്രം. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു.
അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കുന്നവൻ ആർ. പഞ്ഞി പോലെ ആദ്യം മഞ്ഞ് വീഴുമ്പം കുഞ്ഞു കുഞ്ഞ് രസമായിരിക്കും അല്ലേ? പിന്നെ ഈ തേങ്ങാപ്പീര പോലെ വെളുത്ത് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം മഞ്ഞ് വീഴുന്ന സമയമാണ് ചില സ്ഥലങ്ങളിലൊക്കെ, അത് കാണാൻ ഭംഗിയാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കൊളറാഡോയിലെ ഒരു സ്ഥലത്ത്, ഡെൻവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺഫറൻസിന് പോയി. ഞങ്ങൾ ഒത്തിരി ഉൾപ്രദേശത്താണ് കൊണ്ടുപോയത്. മുഴുവൻ ഇത്രയും പൊക്കത്തിൽ മഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും പൊക്കത്തിൽ, ലിറ്ററലി ഇത്രയും പൊക്കത്തിൽ മുഴുവൻ മഞ്ഞ് കിടക്കുകയാണ്. ആ സ്ഥലത്ത് മനോഹരമായൊരു വീട്, തടി കൊണ്ടുണ്ടാക്കിയ വീട്, അതിൻ്റെ മുകളിൽ മഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും പൊക്കത്തിൽ തന്നെ വീടിൻ്റെ മുകളിൽ കിടക്കുകയാണ്. അതിൻ്റെ സൈഡിലുള്ളതായ മഞ്ഞ് വീഴുന്നതായ വെള്ളം ഒഴുകി നിൽക്കുന്നതെല്ലാം വടി പോലെ നിൽക്കുകയാണ് താഴോട്ട്. വീടിൻ്റെ ചുറ്റും ഇങ്ങനെ വടി തൂങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. എന്തുവാ? ഐസ്. നിങ്ങളൊരു പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. ആദ്യം രസമായിട്ട് തോന്നിയെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇത് ഇത്രയും പൊക്കത്തിൽ കല്ല് പോലെ ഇരിക്കുക അതിൻ്റെ മുകളിൽ. ഇത് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഇത്രയും വെയിറ്റ് കയറി ഇതങ്ങ് അമർന്നാൽ എന്തോ ചെയ്യും? അകത്തായി പോകുകയുള്ളൂ. ഭയങ്കര ഭാരം തോന്നി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ആദ്യം ചെറുതായിട്ട് തുറക്കുന്ന വിഷയങ്ങൾ പിന്നീട് അത് വർദ്ധിച്ച് കല്ലുപോലെ ആയിത്തീരുന്ന വിഷയങ്ങളുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. മനസ്സിലായോ? അവിടുത്തെ മറുപടി എന്താ പറഞ്ഞിരിക്കുന്നു? അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. അവൻ തൻ്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു. സ്തോത്രം. അടുത്ത് കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഇതിങ്ങനെ ഇരിക്കുക, അത് ഉരുകി പോകാൻ ഒരു മാർഗവുമില്ല. അന്നേരമാണ് ദൈവത്തിൻ്റെ വചനമയച്ച് ആ ഭാരത്തെ, ഇപ്പം തകർക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിഷയത്തെ പതുക്കെ ഉരുക്കാൻ തുടങ്ങുകയാണ്. അത് ഉരുകുക തന്നെയല്ല, അടുത്ത് വേറൊരു സാധനമാണ്. എന്തുവാ? കാറ്റടിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിപ്പിക്കുമ്പോൾ ഈ ഉരുകിയ വെള്ളം എന്ത് ചെയ്യുക? ഒഴുക്കുന്നു. സ്തോത്രം. നമ്മുടെ ചുറ്റിലൂടെ, ആമേൻ, ഗാർഡനിലൂടെ, ആമേൻ, സ്തോത്രം, ഫലമുണ്ടാക്കേണ്ടതായ അനുഭവത്തിലൂടെ ചുറ്റും ഒഴുകേണ്ടതായ വെള്ളമാണ് മുകളിൽ കയറി ഭാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുകളിൽ ഭാരമുണ്ടെങ്കിലും, അത് എത്ര നാളായിട്ട് അത് ഇരിക്കുകയാണെങ്കിലും, എത്ര തിക്കായിട്ടിരിക്കുകയാണെങ്കിലും, എത്ര കട്ടിയായിട്ടിരിക്കുകയാണെങ്കിലും, സ്തോത്രം, അത് ഉരുക്കുവാൻ ദൈവത്തിൻ്റെ വചനം മതിയായതാണ്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം എന്നിലും, ആമേൻ, ഞാൻ നിങ്ങളിലും, സ്തോത്രം, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് നിങ്ങൾക്ക് കിട്ടും. ആ വചനം ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ. ദൈവഹിത പ്രകാരമുള്ള ആ രീതിയിലേ അപേക്ഷിക്കുകയുള്ളൂ. കർത്താവ് പ്രാർത്ഥന എങ്ങനെ വാ? കർത്താവ്, പിതാവേ, ഈ പാനപാത്രങ്ങൾ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, സകലവും അങ്ങയുടെ ഇഷ്ടം പോലെ മാത്രം നടന്നാൽ മതി എന്നുള്ളതായ ഒരു തീരുമാനം വരുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുമ്പോഴാണ്. അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. വചനം അയച്ച് നമ്മുടെ വിഷയങ്ങളെ ഉരുക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ദിവസത്തിലായിരിക്കുമ്പോൾ എടുക്കുവാൻ കഴിയാത്ത ഭാരങ്ങൾ, എന്നെ ഈ വിഷയം തകർത്ത് കളയുമോ, നശിപ്പിച്ച് കളയുമോ എന്നൊക്കെ ഓർക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. വചനം അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് ചെയ്യാന്? അത് ഉരുക്കുന്നു. കാറ്റ് അടുപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് ഒഴുകുകയാണ്. നമ്മുടെ ചുറ്റിലും എന്ത് ചെയ്യുകയാണ്? അനുഗ്രഹമായി മാറ്റപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, എന്തെല്ലാം ഭാരങ്ങളുമായിട്ടാണോ ദൈവത്തിൽ വന്നിരിക്കുന്നത്? സാരമില്ല, ദൈവത്തിൻ്റെ വചനം അതിനെ മാറ്റുന്നതാണ്, അത് ഉരുക്കുന്നതാണ്. ആത്മാവിൻ്റെ ബലം, ആ സാപ്പ് അതിലൂടെ ഒഴുകി വരുമ്പോൾ അത് ബലമായിട്ട് പുറപ്പെടുകയാണ്. നമുക്ക് ആത്മാവിൻ വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. ഇത് രണ്ടും കർത്താവിൽ വസിക്കുമ്പോൾ നമുക്ക് ക്കുകയാണ്. അങ്ങനെ ജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നു. എൻ്റെ വാക്കുകൾ അതിനോട് അവസാനിപ്പിക്കാൻ അവസാനമായിട്ട് ഞാൻ ആ വാക്യം പറയുകയാണ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ദൈവമക്കളെ, നമുക്കൊരു തീരുമാനത്തോടെ കടന്നു പോകാം. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും ചേർന്ന് വസിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ ചേർന്നു. എന്നാൽ ഇപ്പോഴും നിരന്തരമായിട്ട് വസിക്കുന്ന ഒരു അനുഭവം, അതിലായിരിക്കാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന്. പൂർണ്ണമായി സമർപ്പിക്കാം, വചനത്തിൽ വസിക്കാം,
പ്രാർത്ഥനയിൽ വസിക്കാം, കൂട്ടായ്മയിൽ വസിക്കാം. നിശ്ചയമായിട്ടും ധൈര്യത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും. വസിക്കുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ബലം കായ്ക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവമായ കർത്താവ് നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ, വിശാലമാക്കട്ടെ. അനേകം പേർ ദൈവകൃപയിലേക്ക് വരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.